കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ഒരു വിധി പുറത്തു വന്നു. അതെന്താണ്? ബഹുമാന്യരായ കോൺഗ്രസിന്റെ 2 നേതാക്കന്മാർ ഈ ഗവൺമെന്റിനെതിരെ കേരള ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിരുന്ന ഒരു കേസ് കൂടി തള്ളി. അഴിമതിയായിരുന്നു ആരോപണം. ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി, അതാണ് ആരോപിച്ചത്. ആ പരാതിയുമായിട്ട് വന്നപ്പോ തന്നെ കോടതി മുമ്പ് ഒരു കമന്റ് നടത്തി. എന്തായിരുന്നു ആ കമന്റ്? പബ്ലിക് ഇൻട്രസ്റ്റ് ഹർജിയാണ്, പൊതു താല്പര്യ ഹർജിയാണ്. അപ്പൊ ആ ഹർജി ഇങ്ങനെ നോക്കിയിട്ട് കോടതി ചോദിച്ചു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട്, പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടു എന്ന് പറഞ്ഞാൽ ചെവിട്ടത്തൊരു നല്ല അടി കിട്ടി എന്നാണ് അർത്ഥം. കോടതി വന്നിട്ട് ആളെ അടിക്കൊന്നുമില്ല, ഇങ്ങനെ ചില കാര്യം പറയുകയുള്ളൂ. ഇത് ഇമാതിരി ഒരു പ്രഹരം കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസിന്റെ നേതാവാണ് നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്. അല്പമെങ്കിലും ഒരു രാഷ്ട്രീയ മര്യാദ അദ്ദേഹത്തിനുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം ക്ഷമാപണം നടത്തണം. ഇതിന് ഒരു കൊല്ലം കേരളത്തിലെ റോഡിൽ എത്ര മനുഷ്യരാണ് മരിച്ചു പോകുന്നത്? വാഹനാപകടങ്ങളുടെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ്. അതിന്റെ കാരണം എന്താണ്? കേരളത്തിൽ നല്ല റോഡുകളുണ്ട്. നല്ല റോഡുകളിലാണ് കൂടുതൽ അപകടം, മോശം റോഡിലല്ല. എന്തുകൊണ്ട്? നല്ല റോഡാകുമ്പോൾ വാഹനങ്ങൾ സ്വാഭാവികമായും വേഗത കൂടും. ചിലപ്പോൾ അത് അമിത വേഗതയിലെത്തും. അമിത വേഗത അപകടത്തിന് കാരണമായിട്ട് മാറും. ആയിരക്കണക്കിന് മനുഷ്യരാണ് കേരളത്തിൽ മരിക്കുന്നത്. മരിക്കുന്നതിൽ നല്ലൊരു പങ്ക് ചെറുപ്പക്കാരാണ്. ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ. അപ്പോ ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവമാണത്. ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ അപകടങ്ങൾ ഇല്ലാതാക്കുക, അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ്. അപ്പൊ അമിത വേഗതയിലേക്ക് പോയാൽ ഫൈൻ വരും. അപ്പൊ ഈ ക്യാമറയൊക്കെ എല്ലായിടത്തും സ്ഥാപിക്കുമ്പോൾ അത് ഭയന്ന് വേഗതയൊക്കെ കുറയ്ക്കും. ആളുകളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കാനല്ല, ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കി വേഗത കുറച്ച് ആരും ഫൈൻ അടയ്ക്കരുത് എന്ന് വെച്ചാൽ ആരും അമിത വേഗതയിൽ പോകരുത്, എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം, ആരും അപകടത്തിൽ പെടരുത്, ആരും മരിക്കരുത്. ആരും മരിക്കരുത് എന്നാഗ്രഹിക്കുന്നതിനേക്കാൾ മഹത്തരമായ ഒരു മനുഷ്യത്വ സമീപനം പറയാൻ. അപ്പോഴാണ് അതിൽ അഴിമതി ആരോപിച്ച് കള്ളക്കേസ് കൊടുക്കാൻ പോവുക. എന്തൊരു ക്രൂരതയാണ് ഇത്! LDF-നെതിരായിട്ടുള്ളത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്കെതിരായ ഒരു നീക്കമാണ്, ഒരു നടപടി. അതിനെയാണ് കോടതി പ്രഹരിച്ചത്. ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നാണ്. ഒരു പൊതുപ്രവർത്തകൻ ഇതിനേക്കാൾ വലിയൊരു അപമാനം നേരിടാൻ